സ്റ്റോറി നമ്മുടെ സജു പാസ്റ്റർ പറഞ്ഞതാണ് പണ്ട്. മഴക്കീട്ടിലെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാണ്. ഞാനത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തു. ഒരുപക്ഷെ ടോം കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒന്നുകൂടെ കേൾക്കാവുന്നേ ഉള്ളൂ. ഒരു കപ്പൽ യാത്രക്കാരിങ്ങനെ കപ്പലുമായിട്ട് പോകുന്നു. അതിലൊരു വ്യക്തി ഭയങ്കര ഭക്തനാണ്. ദൈവവിശ്വാസം എന്ന് പറയാൻ ദൈവം എല്ലാം പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഭക്തൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് ഷിപ്പ്രക്കായി, അടിവശം ഹള്ള് ക്രാക്കായിട്ട് വെള്ളം കയറാൻ തുടങ്ങി. അപ്പൊ പിന്നെ രക്ഷയില്ല. ആ കപ്പലിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുക എന്നുള്ള ഒരു മാർഗമേ ഉള്ളൂ. അപ്പൊ ഷിപ്പിലുള്ള ലൈഫ് റാഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടു. ഓരോരുത്തരായിട്ട് ലൈഫ് റാഫ്റ്റിൽ ചാടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പുള്ളിയുടെ ക്യാബിനില്. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ബോട്ടുകൾ വന്നു. SOS ഒക്കെ അയച്ച് അടുത്തുള്ള സമീപമുള്ള ബോട്ടുകൾ വന്നു. ബോട്ടിൽ കുറെ പേര് കയറി. അങ്ങനെ ഓരോരുത്തർ രക്ഷപ്പെടുമ്പോഴും പുള്ളി അനങ്ങുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. എന്താണ് വിഷയം? ആൾക്കാർ ചോദിക്കുന്നു, താങ്കൾക്ക് രക്ഷപ്പെടണ്ടായോ? അപ്പം പറഞ്ഞു, ദൈവം എന്നെ രക്ഷിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റിലൊരു എൽഡർലി വുമൺ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ലൈഫ് റാഫ്റ്റിലോട്ട് പോകാനുള്ള ആരോഗ്യം ഇല്ല. അത് കാരണം ഇവര് ഷിപ്പിന്റെ അധികാരികൾ ഫോൺ ചെയ്ത് സിഗ്നൽ അയച്ച ഒരു ഹെലികോപ്റ്റർ വന്നു. അറ്റ് ലാസ്റ്റ് ഹെലികോപ്റ്റർ വന്ന സ്ത്രീയെ പിക്ക് ചെയ്തു. അപ്പോൾ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന കക്ഷിയോട് ഈ പുള്ളിയോട് ചോദിച്ചു, ഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയോട് ചോദിച്ചു, ദിസ് ഈസ് ദ ലാസ്റ്റ് മൂമെന്റ്, ആർ യു റെഡി ടു കം? അന്നേരം പറയുന്നു, ഗോഡ് വിൽ ഡയറക്ട്ലി കം ആൻഡ് റെസ്ക്യൂ മീ എന്നും പറഞ്ഞ് പുള്ളി അവിടെ ഇരുന്നു. അവസാനം ആ ഹെലികോപ്റ്ററും പോയി. ഷിപ്പ് സിങ്ക് ചെയ്ത് അതിന്റെ ക്ലൈമാക്സിലോട്ട് പോയി. വെള്ളം പുള്ളിയുടെ മൂക്കിന്റെ അടുത്ത് വരെ എത്തിയപ്പോ പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇന്നുവരെയും വിശ്വസ്തനായിട്ടിരുന്നു, ഭക്തനായിട്ടിരുന്നു, ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നീ എന്നെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരുന്നു. അപ്പൊ ദൈവം കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ഞാൻ പലവിധമായ വഴികൾ നിനക്ക് വേണ്ടിയിട്ട് അയച്ചു. ലൈഫ് റാഫ്റ്റ് മുതല്, ചെറിയ ബോട്ട് മുതല്, പിന്നൊരു കപ്പൽ വരെ വന്നു. അവസാനം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെലികോപ്റ്റർ വരെ അയച്ചു. ബട്ട് യു നെവർ യൂസ്ഡ് ഇറ്റ്. അപ്പോ കഥ അവിടെ തീരുകയാണ്. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. പക്ഷേ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയാൻ, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ അപേക്ഷകളൊക്കെ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവം പല മുഖാന്തരങ്ങളും നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മളെ സിംബലൈസ് ചെയ്ത് പല സംഭവങ്ങളും വരും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് നൂല് കെട്ടി ഇറക്കുന്ന പോലെ ഇറക്കി വന്ന് നമ്മളെ രക്ഷിക്കുക എന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും പലർക്കും ഒരു പക്ഷേ കാണും. ദൈവം പ്രവർത്തിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ടല്ലോ, ഗോഡ് ഹെൽപ്പ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും റിലവൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ കൊടുക്കുമ്പോൾ ദൈവം പല രീതിയിൽ അതിന് മറുപടി നൽകും. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക, അതനുസരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് ജീവിക്കുക. ചെറിയ സ്റ്റോറിയാണ് എങ്കിലും കുറെ സ്റ്റോറിയാണെന്ന് വിചാരിക്കുന്നു. കഥയുടെ മോറല് നമ്മൾ ഏറ്റെടുക്കുക, അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.